മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുട്ട് കൊണ്ട് പുതിയൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം. ഞാൻ അതിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അതിന് ശേഷമുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. അങ്ങനെ പുട്ടിൻ്റെ പൊടി നമ്മളിവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വട്ടത്തിലാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുവാണ്, കനം കുറച്ച്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് വഴറ്റാം. അങ്ങനെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ഇഞ്ചിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലേശം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഞാൻ ഒരു നുള്ളുപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നനച്ച് വെച്ച കൂട്ടത്തിൽ വെള്ളത്തിൽ ഞാൻ ഉപ്പ് കലക്കിയ വെള്ളം കൊണ്ടാണ് ഞാൻ പുട്ട് നനച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലേശം ഉപ്പ് മതിയാവും. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അരമണിക്കൂറാണ് ഞാൻ പുട്ട് നനച്ച് വയ്ക്കുന്നത്, കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഈ സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സവാളയും ക്യാരറ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ക്യാപ്സിക്കം അല്ലെങ്കിൽ ബീൻസ്, ക്യാബേജ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂട്ടി ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ക്യാരറ്റും സവാളയും ഉള്ളത് കൊണ്ടിട്ട് അതെടുത്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ട് വന്നാൽ മതിയാവും. നമുക്കൊന്ന് കടിക്കുന്ന പരുവത്തിലായി കിട്ടിയാൽ മതിയാവും. ഈ സവാള ഇടുന്നുള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു മതിരിപ്പൊക്കെ തോന്നും. നമ്മളെപ്പോഴും ഈ ഒരു സവാളയൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് എണ്ണയിലിട്ട് വാട്ടുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സവാളയിലുള്ളൊരു മതിരിപ്പുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് കൂടാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുട്ടുപൊടി നനച്ചപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ നനച്ചത്. പണ്ട് ഞാൻ നുള്ളുപ്പ് ഇതിൽ ഇട്ടിട്ടുള്ളൂ, അത് തന്നെ മതിയാവും. അങ്ങനെ നമുക്കിത് ഇപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ വഴറ്റി വെച്ച വെജിറ്റബിൾസൊക്കെ എല്ലാം നമുക്ക് നനച്ച് വെച്ച പുട്ടിൻ്റെ പൊടിയിലോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് യോജിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ തേങ്ങാപ്പീര നമ്മൾ ഈ പുട്ടുകുറ്റിയിലോട്ട് ഇട്ടു. അതിന് ശേഷം പുട്ടുപൊടി അതിനകത്തോട്ട് ഇടാം. ബോട്ടത്തിൽ ആദ്യമേ തേങ്ങാപ്പീര ഇട്ടു. എന്നിട്ട് ഒരു പിടി പുട്ടുപൊടി ഇട്ടു. അതിൻ്റെ പുറത്തു കൂടെ പിന്നെയും തേങ്ങാപ്പീര ഇട്ടേച്ചു. പിന്നെയും പുട്ടുപൊടി ഇട്ട് സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് പുട്ട് ആയിട്ടുണ്ട്, ആവിയൊക്കെ വന്നു. അങ്ങനെ നമുക്കത് കുറ്റിയിൽ നിന്ന് പാത്രത്തിലോട്ട് ഇടാം. ഇത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. കാരണം പിള്ളേർക്കൊക്കെ ഈ പുട്ടെന്ന് പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും ചെല്ലുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുട്ട് സാധാരണ നമ്മൾ പുഴുങ്ങും പോലെ തന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി വേവിച്ചിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതിയാകും. അങ്ങനെ പുട്ടൊന്ന് പുഴുങ്ങി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ്. പിള്ളേർക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.